ഇത് ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. നിങ്ങൾക്കറിയാം, മലയാളികൾക്ക് പുതിയൊരു ദൃശ്യ അനുഭവം സമ്മാനിച്ചുകൊണ്ട് ഫ്ലവേഴ്സ് മുന്നേറുകയാണ്. അതിനിടയിൽ ഈ പരിപാടിയും ജനപ്രീതി ആർജിക്കുന്നു. സന്തോഷമുണ്ട്. ഇത് സ്മാർട്ടായ വ്യക്തികളുടെ ഒരു അംഗത്തട്ടാണ്. പല മാതാപിതാക്കളും എന്നോട് പറഞ്ഞു, ഒരുപാട് വിജ്ഞാനം ഞങ്ങൾക്ക് പകർന്നു കിട്ടുന്നുണ്ട് എന്ന്. നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ കുട്ടികളെ കൂടി ഈ പരിപാടി കാണിക്കണം. കാരണം അവരൊരു വിജ്ഞാന ഭണ്ഡാകാരമായി മാറാൻ ഒരുപക്ഷെ ഈ പരിപാടി ഉപകരിച്ചെന്ന് വരും. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു പുതിയ അംഗം, ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. ഈ വേദിയിൽ അംഗം കുറിക്കാൻ എത്തുന്നവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാൻ ആകാംക്ഷയുണ്ടാകും. വേദിയിലേക്ക് വരുന്നു പ്രമുഖ ചലച്ചിത്ര TV താരം ഇബ്രാഹിം കുട്ടി, ഒപ്പം അദ്ദേഹത്തിന്റെ മകനും ചലച്ചിത്ര താരവുമായ മക്ബൂൽ സൽമാനും. മക്ബൂൽ സൽമാൻ, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാം കൂടെ എത്ര സൽമാന്മാരുണ്ട്? ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അല്ലേ? അറിയില്ല, പ്രത്യേകതയുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു ചർച്ചയുണ്ട്. പുള്ളി നിങ്ങൾ ഫേസ് തമ്മിൽ ചെറിയൊരു സാമ്യം ഉണ്ടെന്ന്, അതുണ്ടാകാതിരിക്കാൻ പറ്റില്ലല്ലേ? അദ്ദേഹത്തിന് എൻ്റെ ബർത്ത്ഡേ ഒരു ദിവസമാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ്. അദ്ദേഹം ആദ്യമായിട്ട് നായകനായ സിനിമ സെക്കൻഡ് ഷോ, ഞാൻ നായകനായ സിനിമ മാറ്റിനി. ഞങ്ങളുടെ പേരിലുള്ള സമയം, അങ്ങനെ ഒരുപാട് സമയമാണ്. എനിക്ക് നിങ്ങൾ ഇവിടെ വന്നത് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന 2-3 വ്യക്തികൾ ഒരാളാണ് മമ്മൂക്ക. എങ്ങനെയാ മക്ബൂലിന്റെ ഒരു സ്വഭാവം? ഞാൻ അത്യാവശ്യം സ്മാർട്ടാണ്. അത് ആരുടെ അഭിപ്രായമാണ്? എല്ലാവരും ഫാദറിന്റെ അഭിപ്രായമാണ്. താങ്കൾ വളരെ സജീവമായിട്ട് ടെലിവിഷനിലുണ്ട്, സിനിമയിലുണ്ട് അല്ലെ? ഇപ്പൊ ഏതാ ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പര? ഇപ്പൊ ഞാൻ സുരേഷ് ബാബുവിന്റെ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, സന്തോഷമാണ്. എന്തായാലും വളരെ താങ്ക് യു. Thank you, sir. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പരിപാടിക്കിടയിൽ ചോദിക്കാം. അപ്പോൾ താങ്കൾ ഇങ്ങോട്ടാണ് പോകുന്നത്? ഓക്കെ, അദ്ദേഹം അവിടെ നിൽക്കും. ഇനി വേദിയിലേക്ക് വരുന്നു പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക രഞ്ജിനി ജോസ്, കൂടെ ഭർത്താവും പ്രശസ്ത DJ-യുമായ രാം നായരും. രാം നായർ, ഞാൻ താങ്കളെ വേദിയിലേക്ക് വിളിച്ചപ്പോൾ എനിക്കൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഈ വേണമെങ്കിൽ ഭർത്താവിൻ്റെ കോംപ്ലക്സ് അടിക്കാം. കാരണം ഞാൻ ആദ്യം രഞ്ജിനി ജോസിനെ വിളിച്ചു, ഒപ്പം ഭർത്താവ് കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. കാരണം ഈ പ്രശസ്തയായ ഭാര്യയുടെ പ്രശസ്തയായ ഭർത്താവായിരിക്കുമ്പം പ്രധാന പ്രശ്നം എന്തുവാ? പ്രശ്നമൊന്നുമില്ല. തൽക്കാലം പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ പല ആളുകൾക്ക് ഈ DJ ഓപ്പറേഷൻ എന്തുവെന്ന് അറിയത്തില്ല. അപ്പോൾ എന്താണ് ആരാണ് ഒരു DJ? ഒരു DJ എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് ക്ലബിലോട്ട് വരുന്നു. അവർ റിലാക്സ് ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്യാൻ വരുമ്പോൾ അതിനു വേണ്ടി പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഒരു സർട്ടൺ പാറ്റേണിൽ പ്രോഗ്രാം ചെയ്ത് പ്ലേ ചെയ്യുന്നതാണ് ഒരു DJ. എത്ര കാലമായി രംഗത്തുണ്ട്? ഞാനിപ്പോൾ 12 വർഷമായി. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 2 വർഷം. 2 വർഷമായി. 2.5 കൊല്ലമായി. അല്ല, ഇന്നലെ കഴിഞ്ഞതുപോലെ ഉണ്ട്. ഞാനും ഉണ്ടായിരുന്നു ആ കല്യാണം. അതുകൊണ്ട് ചോദിച്ചാ. രഞ്ജിനി, പുതിയ പരിപാടി എങ്ങനെയാ? സ്വർഗത്തേക്കാൾ സുന്ദരം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നു. ശ്രീനിവാസൻ സാറിന്റെ മൂവിയാണ്. അതിൽ നല്ലൊരു പാട്ട് പാടിയിട്ട് തരങ്ങിണിയാണ് അതിന്റെ ഓഡിയോ എടുത്തിരിക്കുന്നത്. തരങ്ങിണി റീലോഞ്ച് ചെയ്ത ഒരു പടമാണ്. നല്ല പാട്ടാണോ? നല്ല പാട്ടാണ്. ആ രണ്ടുപേരും നമ്മളൊന്ന് മൂളിയാലോ? തീർച്ചയായിട്ടും. അരികെ അരികെ വിരിയും തളിരേ മഴവിൽ ചിറകിൽ അണയും കുളിരേ നിന്നല്ലിളം നെറ്റിയിൽ പൊന്നുമ്മ തന്നിടാം നിൻ കൊഞ്ചലും കളിത്തഞ്ചവും തരുമോ കുഞ്ഞമ്പിളി ചിരിയായി.
പാട്ട് ഹിറ്റാവട്ടെ എന്ന് ആശംസിക്കുന്നു. രഞ്ജിനി ഇങ്ങോട്ട് പോകും അല്ലേ? രാമല്ലേ ആരോഗ്യവാൻ? അതെ, രാമൻ ആരോഗ്യവാൻ. ഒരു ആരോഗ്യവാനെ ആ വേദിയിൽ വേണ്ടത്. നിങ്ങൾക്കറിയാം, ഈ മത്സരത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം ഈ വേദിയിൽ നടക്കും, വിജ്ഞാനം അധിഷ്ഠിതമായ ആദ്യത്തെ ഭാഗം. 2ാം ഘട്ടം ആ നിലവറയിൽ നടക്കും. ഗെയിമിൽ അധിഷ്ഠിതമായ 2ാം ഘട്ടത്തിൽ 1 കോടിയിലധികം രൂപയ്ക്കുള്ള സമ്മാനങ്ങൾ ആ മഹാ നിലവറയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് വെൽക്കം റൗണ്ട്. ഈ വെൽക്കം റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുക എന്നുള്ളതാണ്. വളരെ ലളിതമായ ചോദ്യങ്ങളായിരിക്കും. 3 ചോദ്യങ്ങൾ ഈ റൗണ്ടിൽ ഉണ്ടാകും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 10 സെക്കൻഡ് സമയം കിട്ടും. ഇവർക്ക് ആര് വിജയിക്കും, നമ്മുടെ അംബാസഡേഴ്സ് ഓടുമ്പോൾ 2 പേർക്കും അവരിൽ ആരാന്നറിയാൻ പറ്റില്ല, 10 സെക്കൻഡ് വീതം ലഭിക്കും. നിലവറയിൽ പോയി അവരുടെ സാധനങ്ങൾ എടുത്ത് മടങ്ങി വരാനുള്ള 10 സെക്കൻഡ് ലഭിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ആഗ്രഹമാണ് മനുഷ്യൻ്റെ എല്ലാ ദുഃഖത്തിനും കാരണം എന്ന് ഉദ്ബോധിപ്പിച്ച ഒരു മഹാനുണ്ടായിരുന്നു. ആരാണത്? ഞാൻ ഓപ്ഷൻസ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ബസറിൽ വിരലമർത്താവൂ. ഓപ്ഷൻ എ മഹാവീരൻ, ഓപ്ഷൻ ബി കൺഫ്യൂഷ്യസ്, ഓപ്ഷൻ സി ശ്രീബുദ്ധൻ, ഓപ്ഷൻ ഡി ശങ്കരാചാര്യർ. ആരാണ് രഞ്ജിനി? ശ്രീബുദ്ധൻ. ശ്രീബുദ്ധനാണ്. എന്താ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാര്യം? എവിടെയോ പഠിച്ചപ്പോൾ എവിടെയോ വായിച്ചതിൻ്റെ ഒരു ചെറിയ ഓർമ്മയുണ്ട്. പഴയ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്നാലും ശ്രീബുദ്ധൻ എന്ന് എനിക്ക് മനസ്സിൽ തോന്നി. രഞ്ജിനിക്ക് കൂടുതലും ജീവിതത്തിൽ ദുഃഖം ഉണ്ടായിട്ടുള്ളത് കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടാണോ? അങ്ങനെയല്ല, ഒരു ആഗ്രഹമേ ഇല്ലാത്ത ഒരാളാണോ? ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, നടന്നു കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ദുഃഖിക്കാന്ന് ഓർത്തിരിക്കും. അതെ, യഥാർത്ഥത്തിൽ ആഗ്രഹമാണ് മനുഷ്യന്റെ എല്ലാ ദുഃഖത്തിനും കാരണം എന്ന് പഠിപ്പിച്ചത് ശരിക്കും ശ്രീബുദ്ധനായിരുന്നു. ഉത്തരം കറക്റ്റാണ്. ആളുകൾ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചത് ശ്രീബുദ്ധനാണ്. പക്ഷേ ശ്രീബുദ്ധൻ്റെ ആഗ്രഹം നടക്കാതെ പോയി. ലോകത്തിലുള്ള എല്ലാ ദുഃഖങ്ങൾക്കും കാരണമാകുന്നത് മനുഷ്യൻ്റെ നിരന്തരമായ ആഗ്രഹങ്ങളാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനായിരുന്നു ശ്രീബുദ്ധൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രഞ്ജിനി ജോസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മിസ്റ്റർ രാം നായർ, ഇവിടെ ഒരു ആഗ്രഹം വേണം. എന്തായാലും രാം നായർ വരൂ, താങ്കൾക്ക് ഒരു ഊഴമായി 10 സെക്കൻഡ്. 10 സെക്കൻഡിനുള്ളിൽ ഈ നിലവറയിൽ കടന്ന് താങ്കൾക്ക് എത്രയധികം സാധനങ്ങൾ വാരിക്കൊണ്ടുവരാമോ വാരിക്കൊണ്ടുവരാം. നിലവറയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ നിലവറ സൂക്ഷിപ്പുകാരിയായ അർത്തനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ട്? ഓവർ ടു അർത്തന. ലുലു കണക്ട് സ്പോൺസർ ചെയ്ത് കളർഫുൾ ഗിഫ്റ്റ്സാൽ ഫുള്ളാണ് നമ്മുടെ ഈ നിലവറ. ഇപ്പോൾ ഓരോരോ എപ്പിസോഡ്സ് കഴിയും തോറും നമ്മുടെ ഷോയ്ക്ക് ഫാൻസ് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോമാറ്റും എല്ലാവർക്കും ഫെമിലിയർ ആണ്. എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങളോടെയാണ് ഇപ്രാവശ്യം നമ്മുടെ ഷോ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഫോമാറ്റ്സ് ഒന്നുകൂടെ പറയാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടാസ്ക് വരുന്നത് ഫസ്റ്റ് റൗണ്ടിലാണ്. ഈ ടാസ്കിന് കിട്ടുന്ന ടൈം ലിമിറ്റ് 10 സെക്കൻഡ്സ് ആണ്. വിത്തിൻ 10 സെക്കൻഡ്സ് കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ച് ഇവിടുന്ന് ഇഷ്ടമുള്ള അത്ര യെല്ലോ റിബൺ വെച്ച് റാപ്പ് ചെയ്തേക്കുന്ന ഗിഫ്റ്റ്സ് എടുത്തിട്ട് പുറത്ത് കടക്കണം. പുറത്ത് കടന്നില്ലെങ്കിൽ ഡോർ ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആവും വിത്തിൻ 10 സെക്കൻഡ്സ്. രാം നായർ, അപ്പൊ താങ്കളുടെ സർവ്വശക്തി എടുത്ത് സംഭരിച്ച് നിലവറയ്ക്കുള്ളിൽ കടന്ന് 1 കോടിയിലധികം രൂപ വരുന്ന സമ്മാനങ്ങൾ അടിച്ചു മാറ്റിക്കൊള്ളു. Now your time starts. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ആദ്യം പാറ്റേൺ പിന്നെ മാത്രം ഗിഫ്റ്റ് യെല്ലോ റിബൺ വെച്ച് കെട്ടിങ്ങനെ എത്ര ഗിഫ്റ്റ് വേണമെങ്കിലും എടുക്കാം. 10 സെക്കൻഡ്സിനകത്ത് ഡോർ ക്ലോസ്ഡ് ആവും. ഇബ്രാഹിംജി, ഇങ്ങനെ ഒരു മത്സരത്തിൽ ആദ്യമായിട്ടായിരിക്കും പങ്കെടുക്കുന്നത്. ഇങ്ങനെ ഒരു അഗ്നിപരീക്ഷണം നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം മറന്നുപോയി അല്ലേ? അതാണ് കറക്റ്റായിട്ടൊക്കെ ആൻസറൊക്കെ റെഡിയാക്കി വെച്ചു. മാത്രമല്ല രഞ്ജിനി തീരുമാനിച്ചു വന്നിരിക്കുക എന്ത് വന്നാലും ഈ ബസറിൽ നിന്ന് വരല മാറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ അടുത്ത കാലം നേരിട്ടുള്ള ഏറ്റവും വലിയ പരീക്ഷണം ഇത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അത് അവസാനം പറയാം. ഞാനീ പറഞ്ഞ പോലെ ഞാനത് രഞ്ജിനടുത്ത് പറയായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണ ഘട്ടം ഉണ്ടായിട്ടില്ല. ഒരു ഗെയിം ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും റെഡിയാണല്ലോ? അപ്പോൾ ഓടാൻ നിങ്ങൾ റെഡിയാണെന്ന് ചോദിക്കുന്നേ. അടുത്ത ചോദ്യം ഇതാണ്: പാലിനെ തൈരാക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്? ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി അമീബ. രഞ്ജിനിയാണ് ബസറിൽ വിരലമർത്തിയിരിക്കുന്നത്. ഉത്തരം പറഞ്ഞോളൂ എങ്കിൽ. ബാക്ടീരിയ. ബാക്ടീരിയ ലാക്ടോബാസിലൈ.
എന്റെ അമ്മ സയൻസ് ആണോ പഠിച്ചിട്ടുള്ളത്? അതെ അതെ. പറഞ്ഞ ഉത്തരം ശരിയാണ്. ബാക്ടീരിയയാണ് പാലിനെ തൈരാക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ 10 സെക്കൻഡിന്റെ ഊഴം വീണ്ടും രാംനായർക്ക് ലഭിക്കുന്നു. രാംനായർ വരൂ. താങ്കൾക്ക് എനിക്ക് തോന്നുന്ന മിക്കവാറും ഈ നിലവറയിലെ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോകാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ റെഡിയാണല്ലോ? സിമ്പിൾ ടാസ്ക് ആണ്. കുറച്ച് സമയത്തിനുള്ളിൽ കൈ നിറയെ ഗിഫ്റ്റ്സ് കിട്ടാവുന്ന ഒരേ ഒരു ടാസ്ക് ആണ് ഇവിടെ ഉള്ളതിൽ വെച്ച്. ചെയ്യേണ്ടത് ഇത്രമാത്രം. കയ്യിലുള്ള ബാറ്റൺ ആദ്യം എന്നെ ഏൽപ്പിക്കുക, എന്നിട്ട് കൈ നിറയെ ഗിഫ്റ്റ്സ് എടുത്ത് 10 സെക്കൻഡിനുള്ളിൽ പുറത്ത് കിടക്കുക. ഓക്കേ, നൗ യുവർ ടൈം സ്റ്റാർട്ട്. ഓക്കെ, വേഗം 10 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. യെല്ലോ റിബൺ വെച്ച് കേട്ട് എത്ര ഗിഫ്റ്റ്സ് വേണമെങ്കിലും എടുക്കാം. ആദ്യം ബാറ്റൺ എന്റെ കയ്യിൽ, എന്നിട്ട് മാത്രം ഗിഫ്റ്റ്സ്. പെട്ടെന്ന് യെല്ലോ റിബൺ വെച്ച് കേട്ട് എത്ര ഗിഫ്റ്റ്സ് വേണമെങ്കിലും എടുക്കാം. യെല്ലോ രാംനായർ, യെസ്. താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എല്ലാം കൂടെ വലിച്ചു വാരി എടുത്തുകൊണ്ട് വരാൻ ശ്രമിച്ചതിനിടയിൽ അബദ്ധം പറ്റിയാണ്? അബദ്ധം പറ്റി. ഇത് തന്നെയല്ലേ ശ്രീബുദ്ധൻ നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞത്? ഇവിടെ പറ്റിയത് അതല്ലായിരുന്നു. ഇവിടെ ബാറ്റൺ കൊടുക്കാൻ മറന്നുപോയതിന്റെ ആ ഒരു കൺഫ്യൂഷന്റെ ഇടയിൽ സമയം പോയതാണ്. അതെ, അത് ആ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഓർത്തില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരുപാട് സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് രാംനായരെ കയറ്റി വിട്ടാൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. വാതിലടയും. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. 0484 കേരളത്തിലെ ഏത് പട്ടണത്തിന്റെ STD കോഡാണ്? നിങ്ങൾ ബസറമർത്താൻ വരട്ടെ. ഓപ്ഷൻസ് പറഞ്ഞിട്ടേ അമർത്താവൂ. ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. പറഞ്ഞു കേട്ടല്ലേ അമർത്താൻ പാടുള്ളൂ. ശ്രീബുദ്ധൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. സോറി. കുഴപ്പമില്ല. എറണാകുളം. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, STDയുടെ ഫുൾ ഫോം എന്താണ്? അയ്യോ, ദൈവമേ, എന്റെ ഭർത്താവ് പറയാന്ന് പറയുന്നു. STDയുടെ ഫുൾ ഫോം എന്താണ്? സബ്സ്ക്രൈബേഴ്സ് ട്രങ്ക് ഡയൽ. സബ്സ്ക്രൈബേഴ്സ് ട്രങ്ക് ഡയലിംഗ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്ററിന്റെ സഹായമില്ലാതെ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് ഉപഭോക്താവിന് തന്നെ ഡയൽ ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഏർപ്പെടുത്തിയതാണ് STD എന്നറിയപ്പെടുന്നത്. ഉത്തരം ശരിയാണ്. 10 സെക്കൻഡിനുള്ളിൽ നിലവറയിൽ കടക്കണം. അപ്പോൾ രാംനായർ, ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. 3 ഊഴവും താങ്കൾക്ക് തന്നെ ലഭിച്ചു. ഇപ്പൊ മൂന്നാമത്തെ ഊഴമാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? കാരണം ഇതെന്തായാലും ആദ്യം കൊടുത്തിരിക്കും. ഉറപ്പല്ലേ? ഉറപ്പാണ്. പിന്നെ സാധനം കൊണ്ട് പുറത്ത് കടന്നിരിക്കും. കിടക്കണം. Then all the best. Now your time starts. Thank you. വേഗം 10 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. ആദ്യം ബാറ്റൺ എന്റെ കയ്യിൽ, പിന്നെ ഇഷ്ടമല്ലാത്ത യെല്ലോ ഗിഫ്റ്റ്സ് എടുക്കാം. യെല്ലോ റിബൺ വെച്ച് കേട്ട് ഗിഫ്റ്റ്സ് മാത്രമേ എടുക്കാവുള്ളൂ. 10 സെക്കൻഡ്സ് നേരത്തെ എടുത്തു വെച്ചത് അതുപോലെ അതല്ലേ? അവിടെ വെച്ചോളൂ. എന്തായാലും രഞ്ജിനി, ഇതൊരു അസറ്റ് തന്നെയാണ് കേട്ടോ. ഇതൊരു 1.5 ഭർത്താവ് വരും. രഞ്ജിനി, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആവേശം പകരാൻ പോകുന്ന റൗണ്ടാണ്. അപ്പം എന്ത് ആവേശമാണെന്നുള്ളത് ഇനി കണ്ടറിയേണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ? ആയിക്കോട്ടെ. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയില്ലേ, നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. രജനി, താങ്ക് യു. നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. അടുത്ത റൗണ്ട് ദൃശ്യം റൗണ്ട്. ഈ ദൃശ്യ റൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 20 സെക്കൻഡ് സമയം ലഭിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതിനെല്ലാം നമ്മളൊരു ദൃശ്യം കാണിക്കാൻ പോകും. നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ എളുപ്പമുള്ള ദൃശ്യമായിരിക്കും. ഇത്രയും കാലത്ത് ചലച്ചിത്ര ലോകത്തും മറ്റുള്ള കലാരംഗത്തും ഒക്കെ പ്രവർത്തിച്ച് രണ്ടുപേരെന്ന നിലയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. യാതൊരു സംശയമുണ്ട് രഞ്ജിനി, അദ്ദേഹത്തിന് വളരെ എളുപ്പമായിരിക്കും. അദ്ദേഹം എത്ര വർഷമായി? 30 കൊല്ലമായി
അല്ലേ ഈ രംഗത്ത്. അയ്യോ അപ്പൊ ഒരു കാര്യം ഞാൻ മോട്ടർ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഈ പാട്ട് കണ്ടല്ലോ, ആരാണ് ഈ പാട്ടിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്? ഉറപ്പാണോ അങ്ങേക്ക്? ഇളയരാജ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങ് ആദ്യമായിട്ടൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം ശരിയാണോ? ശരിയല്ലേ? ഉത്തരം ശരിയാണ്. ഇളയരാജാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തലിലെ പാട്ടാണിത്. ഇത് പാടിയിരിക്കുന്നത് ജാനകിയമ്മയും SP ശൈലജയും ചേർന്നാണ്. മാത്രമല്ല ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവോദയ അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ ഇന്ത്യക്ക് സംഭാവന നൽകിയ ഒരു ചിത്രമാണിത്. മക്ബൂൽ വരൂ, 20 സെക്കൻഡ് ഉണ്ട്. എത്ര സിനിമയായെന്ന് പറഞ്ഞ 7 സിനിമയായി അല്ലേ? 7 സിനിമയായി. ഇത് 8ാമത്തെ ഒരു പരീക്ഷണമായി കൂട്ടിക്കൊണ്ടു. 20 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് ഹൂപ്ല. ചെയ്യേണ്ടത് എന്തെന്നാൽ അവിടെ ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ട്. ആ വൈറ്റ് സ്പോട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 10 റിങ്സ് അംബാസഡറിന് കൊടുക്കുന്നതായിരിക്കും. ആ 10 റിങ്സിൽ നിന്ന് മിനിമം ഒരു 3 റിംഗ് എങ്കിലും ഇതിനു ചുറ്റും ഇങ്ങനെ വന്ന് വീഴണം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്രീൻ റാപ്പറിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വിത്തിൻ 20 സെക്കൻഡ്സ് ഈ ടാസ്ക് ചെയ്യണം. അത് കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്ത് പുറത്ത് കടക്കണം. മൂന്നെണ്ണെങ്കിലും ശ്രദ്ധിച്ച് ക്ലോസ് ആവുന്നുണ്ടോ നോക്കണം. 3 മതി. ഒരുപാട് റിങ്സ് ഉണ്ട്. ശ്രദ്ധിച്ച് അതിനെ എയിം ചെയ്ത് ശ്രദ്ധിച്ച് ഡോ ക്ലോസ് ആവുന്നുണ്ടോ നോക്കണം. വേഗം വേഗം, ടൈമില്ല, വേഗം. പോയി അത് സാരമില്ല, സ്പോർട്സ് സ്പീഡിലെടുക്കാം. നമ്മളിനി ഈ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇതൊരു സ്റ്റില്ലാണ്. ഈ സ്റ്റില്ല് നിങ്ങൾ നോക്കുക. ഏതൊക്കെ മൃഗങ്ങളുടെ സങ്കര സൃഷ്ടിയാണ് ഈ ജീവി? എനിക്കിതൊന്ന് രഞ്ജിനിക്കത് എങ്ങനെ മനസ്സിലായി എന്ന് എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതം കേട്ടാ. ഏതൊക്കെ മൃഗങ്ങളുടെ സൃഷ്ടിയാണ് ഈ? സിംഹവും കടുവയും ഉത്തരം പകുതി ശരിയാണ്. അച്ഛനും അമ്മയും ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സിംഹവും കടുവയും ഉത്തരം പകുതി ശരിയാണ്. അച്ഛൻ സിംഹം, അമ്മ അത് ലൈഗർ എന്ന് പറയുന്ന ജീവിയാണ്. ആൺ സിംഹത്തിന്റെയും പെൺ കടുവയുടെയും സൃഷ്ടിയാണിത്. മാർജാര വർഗത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് ഇത്. അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ അല്ലേ, കുറച്ചുകൂടെ വളരെ എളുപ്പമാണ്. അതായത് ആൺകടുവയും പെൺസിംഹവും ആയിരുന്നെങ്കിൽ ടൈഗോണായിരുന്നു. ലൈഗർ അല്ല. അപ്പോൾ ലൈഗർ എന്തായാലും വരൂ 20 സെക്കൻഡാണ്. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ മോട്ടർ ശ്രദ്ധിക്കുക. ഈ ടാസ്ക് ആണ് ബോൾ ത്രോ. ഇവിടെ 3 ബോൾസ് ഉണ്ട്. ചെയ്യേണ്ടത് എന്തെന്നാൽ ഇവിടെ വൈറ്റ് സ്പോട്ട് ഉണ്ട്. ആ വൈറ്റ് സ്പോട്ടിൽ നിന്ന് ഈ 3 ബോൾസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 1 ബോളെങ്കിലും ഇതിനകത്ത് കൊള്ളിക്കണം. ശ്രദ്ധിക്കണം, ഈ വൈറ്റിന്റെ അകത്ത് കൊള്ളിക്കണം. ഇവിടെ കൊള്ളിച്ചാൽ ഗിഫ്റ്റ് ഇല്ല. ഇതിനകത്ത് എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് 1 ബോൾ എങ്കിലും കൊള്ളിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഗ്രീൻ റാപ്പറിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തം. Your time starts now. 20 സെക്കൻഡ്സ് ടൈം ആണ്. ടാസ്ക് കൊണ്ട് ഗിഫ്റ്റ് എടുക്കണം. തുടങ്ങിക്കോ. 3 ചാൻസ് ആണുള്ളത്. അതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും അകത്ത് കൊള്ളിക്കണം. ഏകദേശം ഓക്കെ. ഗിഫ്റ്റ് എടുത്തോളൂ. വേഗം വേഗം. ഓക്കെ, തൊട്ടാൽ ഗിഫ്റ്റുമായിട്ടേ പോകും. ഓക്കെ, താങ്ക് യു. അവിടെ വയ്ക്കുക. ദൃശ്യം റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണിത്. ഒരു ഓഡിയോ ഇപ്പൊ കേൾക്കുക. രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാഗേതം പാടുകയാ ഹേ രാമാ. വളരെ ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. ഏത് ചിത്രത്തിലെ ഗാനമാണ്?
അല്ല ഇത് വർക്ക് ചെയ്യാനുള്ള ഞാൻ ഭരതം. ഭരതം. രഞ്ജിനി ഉത്തരം പറഞ്ഞു. ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രമാണ്. സംഗീതം ചെയ്ത് രവീന്ദ്ര മാഷായിരുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ പാട്ടുകളായിരുന്നു ഇത്. അപ്പോൾ രാം വരൂ, താങ്കൾക്ക് ഒരു 20 സെക്കൻഡിന്റെ ഊഴം കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് അവിടെ പോയിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അർച്ചന പറയും. 20 സെക്കൻഡ്സ് ആണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുന്നത്. ഇവിടെ ഒരു റാക്കറ്റ് ഉണ്ട്, ഇവിടെ കുറെ കോക്സ് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് മിനിമം 3 എണ്ണമെങ്കിലും ജൂസ്കോ ജല സ്മാർട്ട് ഷോ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന വട്ട സംഭവത്തിനകത്ത് വീഴണം. ഈ റാക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ വീണില്ല, പക്ഷെ അത് വീഴണം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്രീൻ റാപ്പറിട്ട ഗിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, കയ്യിലുള്ള ബാറ്റൺ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നതിന് ശേഷം മാത്രമേ ടാസ്ക് ആരംഭിക്കാവൂ. ടാസ്ക് കഴിഞ്ഞ് ഈ ഗിഫ്റ്റ് എടുത്ത് പുറത്ത് നടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആകുകയുള്ളൂ. വിജയ് ഭവ. ആ സ്പോട്ടിൽ ആദ്യം ബാറ്റൺ എൻ്റെ കയ്യിൽ തന്നിട്ട് വേഗം വേഗം 20 സെക്കൻഡ്സേ ഉള്ളൂ. 3 എണ്ണമെങ്കിലും മതി. 3 എണ്ണമെങ്കിലും മതി. ശ്രദ്ധിച്ചത് ഫസ്റ്റ് വൺ ക്ലോസ് ആവുന്നതിന് മുമ്പ് വെളിയിൽ കിടക്കാൻ ശ്രദ്ധിക്കണം. സെക്കൻഡ് വൺ വേഗം തേർഡും കൂടെ ഇട്ടാൽ ഗ്രീൻ റാപ്പിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ആണ്. പെട്ടെന്ന് ക്ലോസ് ആവുമ്പോൾ രഞ്ജിനി, നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇത് ഫൺ റൗണ്ട്. ഈ ഫൺ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചോദ്യങ്ങളിൽ ചില കുസൃതികൾ ഒളിപ്പിച്ച് വെച്ചേക്കും. എന്നാൽ ചോദ്യത്തിൽ ഒരു ലോജിക്ക് കാണുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അറിയില്ലെങ്കിൽ അടുത്ത ആൾക്ക് ഊഴം കിട്ടും. എന്നാൽ 2 പേർക്കും അറിയില്ലെങ്കിൽ 2 പേരും മനോഹരമായിട്ട് പുറത്താവും. അങ്ങനെ ഒരു അപകടം. 2 പേരല്ല, ശരിക്കും 4 പേരും പുറത്തായി പോകും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അവിടെ കളി അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയേണ്ട കാര്യമാണ്. ഇതുവരെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി അല്ലേ, ഒരുപാട് രാമൊക്കെ വിചാരിക്കുന്ന അങ്ങനെ കളി അവസാനിപ്പിക്കണോ എന്ന് വിചാരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു ഭരണിക്കും അതിന്റെ മൂടിക്കും കൂടി 50 രൂപയാണ് വില. ഭരണിയുടെ വില മൂടിയുടെ വിലയേക്കാൾ 49 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ മൂടിയുടെ വില എത്രയാണ് സർ? 50 പൈസ. കറക്റ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മക്ബൂൽ വരൂ. അതായത് ഇവിടെ 30 സെക്കൻഡ് സമയം കിട്ടും. മക്ബൂൽ വളരെ ആലോചിച്ച് നിന്നാൽ പല കാര്യങ്ങളുമായിട്ട് വീട്ടിൽ പോകാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഈ പ്രിന്റർ സ്വന്തമാക്കാൻ 30 സെക്കൻഡ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ചെയ്യേണ്ടത് എന്തെന്നാൽ ഇവിടെ ഒരു ഗ്ലാസ് സിലിണ്ടർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് 15 ടെന്നീസ് ബോൾസ് ഉണ്ട്. ഇതിൽ നിന്ന് ഓരോ ടെന്നീസ് ബോൾസ് ആയിട്ട് ഇങ്ങനെ ഇതിനകത്തോട്ടാക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം റെഡ് ബോൾ ആയിരിക്കണം, ഏറ്റവും അവസാനവും റെഡ് ബോൾ ആയിരിക്കണം. ഇത് നിറയ്ക്കണം. എന്നിട്ട് മാത്രമേ ഈ പ്രിന്റർ എടുത്തിട്ട് പുറത്ത് കിടക്കാൻ പറ്റൂ. അതും വിത്തിൻ 30 സെക്കൻഡ്സ് ഇതെല്ലാം ചെയ്യണം. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ടാസ്ക് ചെയ്യാവുള്ളൂ. Okay, now your time starts. Yeah. ആദ്യം റെഡ് ബോൾ ആണ്. ആദ്യം റെഡ് ബോൾ. നെക്സ്റ്റ് വേഗം വേഗം ചെയ്ത് ക്ലോസ് ആവുന്നു. ടൈം ഉണ്ട്, 30 സെക്കൻഡ്സ് ഉണ്ട്. അതൊക്കെ ചെയ്താൽ മതി. ഇനി ഒരു ബോളും കൂടെ ആയാൽ മാനം കാത്തു. മക്ബൂലെ മാനം രക്ഷിച്ചെന്നാ പറയുന്നത്. വൺ റൗണ്ടിലെ അടുത്ത ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ഇതിനകത്ത് എന്തെങ്കിലും കുസൃതികൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു കടങ്കഥ ടൈപ്പാണ്. വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമുള്ളൂ. എനിക്കൊന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, കാണുന്ന കാര്യമാണ്. വായില്ല, നാക്കുണ്ട്. നാക്കിൽ പല്ലുണ്ട്, പക്ഷെ കടിക്കില്ല. എന്താണത്? കടങ്കഥയാണിത്. ശരി, ചെരവ. കറക്റ്റ്. അതെന്തായാലും ഒരു മഹാസംഭവം. എങ്ങനെയാ അങ്ങേക്ക് പെട്ടെന്ന് മനസ്സിലായത് ചെരുവയാണെന്ന്? ഞാൻ നാക്കുണ്ട്, പല്ലുണ്ട്. അപ്പൊ ഞാൻ തേങ്ങ ചെറുവാറുണ്ട്. എനിക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്,
രഞ്ജിനി വീട്ടുജോലി ഒരു എടുക്കുന്നില്ല. പണിയില്ല. കാരണം അയ്യോ സത്യമായിട്ട് രാവിലെ ഞാൻ തേങ്ങ ചിരകിയതാ. അമ്മായിയമ്മയെ വിളിച്ച് ചോദിച്ചാ ചിരവ കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്റെ കാരണം ഇതേതോ വേറെ ഏതൊരു സാധനം കേട്ട പോലെ നിൽക്കുന്നു ഞാൻ നോക്കി. ഇന്ന് സത്യമായിട്ട് രാവിലെ ഞാൻ തേങ്ങ ചിരകിയതാ. വേണേ എന്റെ അമ്മായിമ്മ ഇപ്പൊ വിളിച്ചു അതല്ലേ? പക്ഷെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അടുക്കള കയറൂ. പിന്നെ അടുക്കളയിലെല്ലാം ചെയ്യാൻ അതല്ലേ? എല്ലാം ചെയ്യും. രാം കറക്റ്റാണോ? കറക്റ്റാണ്. അപ്പം താങ്കൾ വരൂ. 30 സെക്കൻഡ്. അപ്പം അബദ്ധമൊന്നും കാണിക്കരുത്. ഈ 30 സെക്കൻഡിനുള്ളിൽ എന്തൊക്കെയാ അവിടെ ചെയ്യേണ്ടതെന്നുള്ളത് അർത്ഥന പറയും. 30 സെക്കൻഡ്സ് കിട്ടുന്ന ഈ ടാസ്ക് ആണ് ബാസ്കറ്റ് ബോൾ. ചെയ്യേണ്ടത് എന്തെന്നാൽ ഇവിടെ ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ട്. ആ വൈറ്റ് സ്പോട്ടിൽ നിന്നിട്ട് 5 ട്രൈസ് ആണ് ഒരാൾക്ക് ലഭിക്കുന്നത്. 5 ട്രൈസ് ചെയ്യുന്ന മിനിമം 3 ബോൾസ് എങ്കിലും ആ ബാസ്കറ്റിൽ വീഴ്ത്തണം. ആ വൈറ്റ് സ്പോട്ടിൽ നിന്നിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ കാര്യമല്ലേ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു മൊബൈലാണ്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് കിട്ടുന്നത്. ആദ്യം ബാറ്റിനെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ടാസ്ക് ചെയ്യാവുള്ളൂ. ടാസ്ക് ചെയ്ത് കഴിഞ്ഞ് ഇതെടുത്ത് 30 സെക്കൻഡ്സിനുള്ളിൽ പുറത്ത് കിടക്കണം. കയ്യിലിപ്പോൾ എത്ര മൊബൈലുണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ഒരു മൊബൈലിന്റെ കിട്ടിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കറക്റ്റ് 3 എണ്ണം തന്നെ. രഞ്ജിനി ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. ഫസ്റ്റ് ചാൻസ് പോയി. സെക്കൻഡ് വൺ മൂന്നെണ്ണമെങ്കിലും. തേർഡ് പോയി. ഇനി 2 മാത്രമേ ഉള്ളൂ. 3 വീഴ്ത്തണം. 3 വീഴ്ത്തണം. അതും പോയി. സോറി, ടാസ്ക് കംപ്ലീറ്റ് ആയി. തീരെ ഫണ്ണില്ലാത്ത റൗണ്ടാണ് സർ. പറയാണ്ടിരിക്കാൻ അതല്ലേ? പറ്റില്ല. ഒരു ഫണ്ണും ഉണ്ടാവുന്നില്ലല്ലേ? ഫണ്ണില്ല. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇതും ഫൺ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ അപകടവും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരാൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടുത്ത ആൾ ഉത്തരം പറയണം. 2 പേർക്ക് ഉത്തരം പറയാൻ പറ്റാതെ പോയാൽ 2 പേരും ഔട്ടാകും. നമ്മൾ മംഗളം പാടും. പക്ഷേ ചോദ്യം ഇതാണ്. ധ്രുവപ്രദേശത്തെ മനുഷ്യ എസ്കിമോകൾ മികച്ച വേട്ടക്കാരാണ്. എന്നാൽ എസ്കിമോകൾ ഇതുവരെ പെൻഗിനുകളെ വേട്ടയാടിയിട്ടില്ല. എന്താണ് അതിന് കാരണം? വളരെ സിമ്പിളായ ചോദ്യം. അങ്ങ് രണ്ടും ധ്രുവത്തിലാണ്. എസ്കിമോകൾ ഉത്തര ധ്രുവത്തിലും പെൻഗിന് ദക്ഷിണ ധ്രുവത്തിലും. അതുകൊണ്ട് ഇവർക്ക് വേട്ടയാടി പിടിക്കാൻ പറ്റത്തില്ല. അതാണ് ഉത്തരം. അതാണ് ഞാൻ പറഞ്ഞത്. 2 ധ്രുവമാണെന്ന് ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ എന്തായാലും വരൂ. അയ്യോ, മക്ബൂൽ 30 സെക്കൻഡ് ഉണ്ട്. 30 സെക്കൻഡ് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അർത്ഥന പറയും. 30 സെക്കൻഡ്സ് ടൈമുള്ള ഈ ടാസ്ക് ആണ് ബോൾ ഇൻസൈഡ് ദ ഹോൾ. ഇവിടെ ഒരു ഹോക്കി സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബോൾസും വെച്ചിട്ടുണ്ട്. ഈ കുറേ ബോൾസിൻ്റെ ഇടയ്ക്ക് നിന്ന് മിനിമം ഒരു 3 ബോൾസ് എങ്കിലും ഈ വൈറ്റ് സ്പോട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ ഹോക്കി സ്റ്റിക്ക് വെച്ച് ഹിറ്റ് ചെയ്ത് ആ ഹോളിനകത്തൂടെ പാസ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഹോളിന് അകത്ത് വരെയെങ്കിലും എത്തിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വൈറ്റ് സ്പോട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് മാത്രമേ ബോൾ ഹിറ്റ് ചെയ്യാവുള്ളൂ. പ്ലസ് ഒരു സമയത്ത് ഒരു ബോൾ മാത്രമേ വെക്കാവൂ. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ടാസ്ക് തുടങ്ങാവുള്ളൂ. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ലുലു കണക്ട് സ്പോൺസർ ചെയ്ത ടാപ്സ് സ്വന്തമാക്കാം. താങ്ക് യു. 30 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്താൽ എളുപ്പമുള്ള ഒരു ടാസ്ക് ആണ്. നല്ലോണം എയിം ചെയ്ത് പോയി 3 എണ്ണമെങ്കിലും മതി. ക്ലോസ് ആവുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. അതിനകത്തൂടെ എങ്കിലും പാസ് ചെയ്യണം. ജസ്റ്റ് മിസ്സായി പോയി. ഫസ്റ്റ് വൺ ഗുഡ്. സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ. ഇത് ഒരെണ്ണം കൂടെ മതി. ക്ലോസ് ആവുകയാണ്. അതിനു മുമ്പേ രക്ഷപ്പെട്ടു. ലാസ്റ്റ് മിനിറ്റ് എസ്കേപ്പ്. മത്സരം എങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഇടവേള ഇടാൻ സമയമായി. കുറച്ച് നേരമായാലോ നിങ്ങൾ ഈ പരിപാടി കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇടവേളയ്ക്ക് പോകും മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു കൗതുകം നിറഞ്ഞ ചോദ്യം, ഒരു സ്മാർട്ട് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇടവേള കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ഉത്തരം പറയാം. ചോദ്യം എന്താണ്? നിങ്ങൾ ഈ ആനകളൊക്കെ ചെവി ആട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടാവല്ലോ. എന്തിനാണ് ആന ചെവി ആട്ടുന്നത്? ഇടവേളയിലേക്ക്.
വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. ഞാനേ ഇടവേളയ്ക്ക് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ. നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടിക്കാണും എനിക്കറിയാം. എന്നാലും എൻ്റെ സ്മാർട്ട് റിപ്ലൈ, ആന എപ്പോഴും ചെവിയാട്ടിക്കൊണ്ടിരിക്കുന്നത് പാപ്പാന് കാറ്റ് കിട്ടാനല്ല, ആനയ്ക്ക് അതിൻ്റെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയാ. അടുത്ത റൗണ്ട് ജ്ഞാനം റൗണ്ട്. ഇബ്രാഹിംജി, താങ്കൾ എനിക്കൊന്ന് അഭിനയ ജീവൻ തുടങ്ങിയപ്പോൾ സിനിമയിൽ നിന്നാണോ തുടങ്ങിയത്? സീരിയലാണ് ആദ്യം ചെയ്ത് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സായാഹ്നം എന്നൊരു സിനിമ ചെയ്തു. ഞാൻ വളരെ പേഴ്സണലായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് മമ്മൂട്ടി എന്ന മഹാനടൻ്റെ സാന്നിധ്യം മലയാളത്തിൽ കുറച്ചധികം കാലമായിട്ടുണ്ട്. ഈ സാന്നിധ്യം കൊണ്ട് അങ്ങേക്ക് ഗുണമായോ ദോഷമായോ? ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്നെ അറിയപ്പെടുന്നത് തുടങ്ങിയത് തന്നെ മമ്മൂട്ടി ഡാനി എന്നുള്ള പേരിലാണ്. അപ്പം രഞ്ജിനിക്ക് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അഭിനയത്തിൽ ഇടയ്ക്ക് ഒരു അഭിനയത്തിലേക്ക് ഒന്ന് മാറാൻ ശ്രമിച്ചു അല്ലേ? ഇല്ല മാറാൻ ശ്രമിച്ചില്ല, അത് എന്നെ ഉന്തി വിട്ടതാണ്. ആണല്ലേ? അല്ല, അത് ആ ഒരു പരീക്ഷണമേ നടന്നിട്ടുള്ള ജീവിതത്തിൽ, അതോ? ഇല്ല, മമ്മൂക്കാന്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചു. ഏത് സിനിമയായിരുന്നു അത്? ദ്രോണ 2019. ഓക്കെ. അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെയ്തിട്ടില്ല. വേണ്ടാ തീരുമാനം. ഞാൻ ഒരെണ്ണം മോഹൻലാലിന്റെ കൂടെ ഒന്നും മമ്മൂട്ടിയുടെ കൂടെയും ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അല്പം ജ്ഞാനം ആവശ്യമുള്ള ചോദ്യമാണ് ഇത്. ബെർലിൻ മതിൽ ഏതൊക്കെ രാജ്യങ്ങളെയാണ് വിഭജിച്ചിരുന്നത്? ഓപ്ഷൻ എ പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും, ഓപ്ഷൻ ബി ജർമ്മനിയെയും ഫ്രാൻസിനെയും, ഓപ്ഷൻ സി അമേരിക്കയും കാനഡയെയും, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും. ഓപ്ഷൻ ബി ജർമ്മനിയും. ഓപ്ഷൻ ബി ജർമ്മനിയെയും ഫ്രാൻസിനെയുമാണ് ബെർലിൻ മതിൽ വേർതിരിക്കുന്നതെന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങേക്ക് ഈ ഉത്തരം അങ്ങ് വെറും ഒരു അസംഷനിൽ പറയുന്നതാണ്. ബെർലിൻ ജർമ്മനിയിലാണ്. ഇതിലങ്ങ് കോൺഫിഡന്റ് ആണോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസം അങ്ങ് രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വിശ്വാസം അതല്ലേ എല്ലാം. വിശ്വാസം അതല്ലേ എല്ലാം. അപ്പോ ശ്രീമാൻ ഇബ്രാഹിം കുട്ടി പറഞ്ഞ ഉത്തരം, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കൂ, എന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കൂ, എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. അങ്ങ് പറഞ്ഞ ഉത്തരം തെറ്റാണ്. അങ്ങ് പറഞ്ഞ ഉത്തരം തെറ്റാണ്. എനിക്ക് പറയാവോ? ഇനിയിപ്പോ അടുത്ത ഊഴം ആലോചിച്ച് പറയണം. രണ്ടുപേര് വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് ചർച്ച ചെയ്തോളൂ, വേണേ അങ്ങോട്ട് പോയി ചർച്ച ചെയ്തോളൂ, എങ്ങനെ വേണമെങ്കിലും. ഉറപ്പാണോ? അമ്മേ നാരായണ. അമ്മേ നാരായണ. ഇബ്രാഹിം കുട്ടി സാറേ, വല്ലാത്തൊരു ചെയ്ത്തായിരിക്കും ഇത്. കാര്യം എന്താ അറിയാം? ഓപ്ഷൻ എ പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും. ഓപ്ഷൻ എ ഈസ്റ്റ് ജർമ്മനി ആൻഡ് വെസ്റ്റ് ജർമ്മനി വേർതിരിക്കുന്നതാണ് ബെർലിൻ വാൾ എന്നാണ്. അതെ, വേർതിരിച്ചിരുന്നതാണ്. അതെ അതെ. ബെർലിൻ കാരണം ജർമ്മനിയിലാണ്. അതെ, ഉറപ്പാണ്. രാമിന്റെ അഭിപ്രായം എന്തായിരുന്നു? രാമിന്റെ അഭിപ്രായം തന്നെയായിരുന്നു. എന്റെ മനസ്സിലും ഈ രണ്ട് ഓപ്ഷൻ ആയിരുന്നു. അതിൽ ഒരെണ്ണം അങ്കിൾ പറഞ്ഞ് തെറ്റിയപ്പം ജർമ്മനി പോയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഇക്കൊല്ലം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ മാപ്പൊക്കെ നോക്കിയപ്പോ ഞങ്ങൾക്ക് പക്ഷേ അവിടെ ബെർലിൻ വാൾ ഇല്ലല്ലോ. 92 തകർന്നു. ഞാൻ തകർത്തു. പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 40 സെക്കൻഡാണ് സമയം. റാം, നിങ്ങള് മാപ്പ് എടുത്ത് വെച്ച് എന്താ കണ്ടെന്നാ പറഞ്ഞ? ബെർലിൻ മതിലോ? ഇടിച്ചു കളഞ്ഞ അപാര ഡയലോഗ് ആയിപ്പോയത്. ഓൾ ദി ബെസ്റ്റ്. ചൂട് കാലത്ത് നിങ്ങളുടെ മനസ്സിനെ ഒക്കെ ഒന്ന് തണുപ്പിക്കാൻ ഇവിടെ ലുലു കണക്ട് ഒരു എയർ കണ്ടീഷണർ വെച്ചിട്ടുണ്ട്. ഈ എയർ കണ്ടീഷണർ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം 40 സെക്കൻഡ്സ് ആണ്. വിത്തിൻ 40 സെക്കൻഡ്സ് ഇവിടെ ഒരു ടാസ്ക് ചെയ്യണം. ആ ടാസ്ക് ആണ് ബിഹൈൻഡ് ദ വാൾ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വാളിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കണം. എന്നിട്ട് നോക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. ഈ രണ്ട് ഹോൾസിൻ്റെ ഇടയിൽ കൂടെ കൈയിടണം. എന്നിട്ട് ഇവിടെ വെച്ചേക്കുന്ന ഓരോ കോക്സ് ആയിട്ട് ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് ഇടണം. ഇവിടെ വെച്ചേക്കുന്ന എല്ലാ കോക്സും ഈ സിലിണ്ടറിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ടാസ്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. എന്നിട്ട് എയർ കണ്ടീഷണർ എടുത്ത് പുറത്ത് കിടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആയി കൺസിഡർ ചെയ്യത്തുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ടാസ്ക് ചെയ്ത് തുടങ്ങാവുള്ളൂ. ഇതേതാണ്ട് സാധ്യതയുള്ളതാണ്. എന്തോ ഞെട്ടലായോ? ബെർലിൻ മതിൽ തകർത്തതുപോലെ തകർക്കൂ. 40 സെക്കൻഡ് ഉണ്ട്. 40 സെക്കൻഡ്. 40 സെക്കൻഡ് കൊണ്ട് എല്ലാ കോക്സും ഇതിനകത്താക്കണം. ഈ സിലിണ്ടർ ആദ്യം എടുത്തോളൂ.
നോക്കരുത്, നോക്കാതെ വേഗം. Yes, you're doing it. Yes. Yes, come on, come on. You're doing it. ഇരിക്കുന്നു, വേഗം ചെയ്യുക. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തോ. നല്ല ഉഷാറായിട്ട്. 40 സെക്കൻഡ്സേ ഉള്ളൂ. എയർ കണ്ടീഷണർ എടുത്ത് പുറത്ത് നടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആകുള്ളൂ. അല്ലെങ്കിൽ പോയി. Just one more. One more and it's done. It's done. Woo! അത് സംഭവിച്ചു. ഇത് കണ്ടാത്ത നിലവറ ഇവിടെയായെന്ന് തോന്നുന്നു. രഞ്ജിനി, കൊണ്ടുവന്ന ലിസ്റ്റൊക്കെ പൂർത്തിയായി. നിങ്ങളെ ഇനി ഒരു കാര്യം പറയാം. പുള്ളിയുടെ സ്റ്റുഡിയോ റൂമിലേക്ക് ഞങ്ങൾ എസി മേടിക്കാൻ ഇരിക്കുകയായിരുന്നു. രഞ്ജിനി, നിങ്ങളെ വീടെന്തോ വെക്കുന്നു? വീടെന്തോ വെക്കുന്നു? വീട് ഞങ്ങൾ ഇനിയിപ്പോ മിക്കവാറും വീട് വെക്കേണ്ടി വരും. ഇതൊക്കെ വെക്കാൻ ഒരു സ്ഥലം വേണ്ടേ അല്ലേ? അപ്പം എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും തലവര കുറച്ച് സ്ട്രോങ് ആണെന്ന് മനസ്സിലായി അല്ലേ? ഇനിയിപ്പോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. സൗരയുദ്ധത്തിലെ അവസാനത്തെ ഗ്രഹം ഏതാണ്? നേരത്തെ ബസറിൽ അമർത്തരുത്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സൗരയുദ്ധത്തിലെ അവസാനത്തെ ഗ്രഹം ഏത്? ഓപ്ഷൻ എ ബുധൻ, ഓപ്ഷൻ ബി യുറാനസ്, ഓപ്ഷൻ സി പ്ലൂട്ടോ, ഓപ്ഷൻ ഡി നെപ്റ്റ്യൂൺ. രഞ്ജിനിയാണ്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ സാറിനോട് അങ്ങോട്ട്. ഇപ്പോഴത്തെ സൗരയൂഥമാണോ കുറച്ച് മുമ്പത്തെ സൗരയൂഥമാണോ? ഇന്നത്തെ സൗരയൂഥമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സൗരയൂഥമാണ്. അത് നേരത്തെ ഉള്ളതല്ല. ഓക്കെ, നെപ്റ്റ്യൂൺ. ഞാനത് ഇംഗ്ലീഷിലാക്കാൻ പേടിച്ച. സോളാർ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പോഴത്തെ സൗരയൂഥം സോളാർ നമ്മുടെ നാട്ടിൽ പറയാവൂ? പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ സൗരയൂഥം. ഇന്നത്തെ സൗരയൂഥം. ഇന്നത്തെ സൗരയൂഥം ആണെങ്കിൽ നെപ്റ്റ്യൂൺ ആണ് ലാസ്റ്റ് പ്ലാനറ്റ്. കുറച്ച് കാലത്ത് മുമ്പത്തെ സൗരയൂഥം. ഇന്ന് രാവിലെ പേപ്പർ വായിച്ചിരുന്നു. ഇല്ല, ഇത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പ്ലൂട്ടോന് അതിന്റെ പ്ലാനറ്റ് ഷിപ്പ് മാറി അതിന് പ്ലാനറ്റ് എന്നുള്ള ഒരു ടൈറ്റിൽ അതിന്റെ എടുത്തു കളഞ്ഞു. കുറച്ച് സ്ഥാനം മാറിയോ? ഇറ്റ്സ് നോട്ട് എ പ്ലാനറ്റ്. ഇന്ന് രാവിലത്തെ പത്രം വായിച്ചിരുന്നു. ഇല്ല, ദൈവമേ, ഇന്ന് രാവിലെ പ്ലൂട്ടോ തിരിച്ചു വന്നു. ഇന്ന് രാവിലത്തെ പത്രം വായിച്ചോ എന്നാണ്. പ്ലൂട്ടോ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഇല്ല, അതിന് സാധ്യതയില്ല അല്ലേ? ഇല്ല. അപ്പോൾ രഞ്ജിനി ജോസ് പറഞ്ഞ ഉത്തരം ശരിയാണല്ലേ? അങ്ങനെ പറയാം. ശരിയാണ്. രഞ്ജിനി ജോസ് പറഞ്ഞ ഉത്തരം ശരിയാണ്. 8ാമത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. അപ്പോൾ അങ്ങ് ഇത് വായിച്ചു പഠിക്കുന്നതിനിടയിൽ ഇത് അമർത്താൻ മറന്നുപോയി. എന്റെ നിലവറ കാലി ആയിക്കൊണ്ടിരിക്കുക. 40 സെക്കൻഡ് ലഭിക്കും. അപ്പൊ എന്താ അവിടെ ചെയ്യേണ്ടതെന്നുള്ളത് അർത്ഥന പറയും. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് വാഷിംഗ് മെഷീൻ. അതുകൊണ്ട് തന്നെ ലുലു കണക്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു അടിപൊളി വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഇത് സ്വന്തമാക്കാൻ കിട്ടുന്ന സമയം 40 സെക്കൻഡ്സ് ആണ്. വിത്തിൻ 40 സെക്കൻഡ്സ് ഇവിടെ ഒരു ഗോൾഫ് ക്ലബ് വെച്ചിട്ടുണ്ട്. ഇവിടെ 6 ബോൾസും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു യെല്ലോ സ്പോട്ട് ഉണ്ട്. ഓരോ ബോൾസായി ഇവിടെ വെച്ചിട്ട് ഈ ഗോൾഫ് ക്ലബ് വെച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ഹോളിനകത്ത് വന്ന് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും വീഴണം. 6 ചാൻസ് ചെയ്യുന്ന ഒരെണ്ണമെങ്കിലും ആ ഹോളിൽ കറക്റ്റായിട്ട് വീഴ്ത്തണം. ഇവിടെയാണ് ബോൾ വെക്കേണ്ട സ്പോട്ട്. ആദ്യം കയ്യിലുള്ള ബാറ്റ് എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ടാസ്ക് ചെയ്യാവുള്ളൂ. ടാസ്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന വാഷിംഗ് മെഷീൻ ഉരുട്ടിക്കൊണ്ടോ എടുത്തോണ്ടോ എങ്ങനെയെങ്കിലും പുറത്ത് നടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോളൂ. വാഷിംഗ് മെഷീൻ എന്താ പറഞ്ഞത്? 40 സെക്കൻഡ്സ് ഉള്ളൂ, പക്ഷെ ഒരെണ്ണമെങ്കിലും വീഴ്ത്തണം. യെല്ലോ സ്പോട്ട് ഫസ്റ്റ് ട്രൈ ആണ്. ജസ്റ്റ് മിസ് ആയി പോയി. വീണ്ടും ജസ്റ്റ് മിസ് ആയി പോയി. ഇപ്രാവശ്യമെങ്കിലും കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തു, അതും കിട്ടിയില്ല. 2 ട്രൈ ഉള്ളൂ. ശ്രദ്ധിച്ച് ടൈം ഉണ്ട്, അതുകൊണ്ട് റിലാക്സ്. അതുമ്പോ ഇനി ലാസ്റ്റ് ചാൻസ് ആണ്. ഇതും കൂടെ പോയാൽ കൈവിട്ട് പോയി, ഗിഫ്റ്റും പോയി. ശ്രദ്ധിച്ച് ലാസ്റ്റ്. നിരാശപ്പെടരുത്. രഞ്ജിനി, അതിലെ രാം വിജയിക്കുന്ന പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, അത് കുറച്ച് ടഫായിട്ടുള്ള ഒരു ആ സമ്മാന സ്വപ്നം കണ്ടോ? ഇല്ല. നന്നായി. വല്ലപ്പോഴും അങ്ങനെയെങ്കിലും ഒരു റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി.
ഓപ്ഷൻ എ മാധവിക്കുട്ടി, ഓപ്ഷൻ ബി അരുന്ധതി റോയ്, ഓപ്ഷൻ സി സച്ചിദാനന്ദൻ, ഓപ്ഷൻ ഡി പത്മരാജ്. ആരാണ് സാർ? അരുന്ധതി റോയ്. അരുന്ധതി റോയ് ഉറപ്പാണോ? ആദ്യത്തെ മലയാളി അരുന്ധതി റോയ് ആണോ? അരുന്ധതി റോയ് ആണ്. ഉറപ്പാണ്? ഉറപ്പാണ് സാർ. അങ്ങ് പറഞ്ഞ ഉത്തരം ശരിയാണ്. 4 കൊല്ലം കൊണ്ട് എഴുതി തയ്യാറാക്കിയ കോട്ടയം ജില്ലയിലെ അയ്മനം ഗ്രാമത്തെ പശ്ചാത്തലമാക്കി എഴുതിയ ഗോഡ് ഓഫ് സ്മാൾ കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാൻ എന്ന് മലയാളത്തിൽ പറയാവുന്ന ഗോഡ് ഓഫ് ദ സ്മാൾ തിങ്സ് എന്ന പുസ്തകത്തിനാണ് 1997 അരുന്ധതി റോയ്ക്ക് ബൂക്കർ സമ്മാനം നേടിയത്. അപ്പോൾ മക്ബൂൽ വരൂ, ഗെയിം എന്താണ് നമുക്ക് ചോദിക്കാം. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ വെച്ചേക്കുന്നത്. നിങ്ങളും കാണാൻ ചാൻസ് ഇല്ല. എന്തൊക്കെയായാലും നല്ലൊരു എക്സൈറ്റിംഗ് ടാസ്ക് ആണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ടാസ്ക് ആണ് ബ്ലോ ദ ബലൂൺ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുന്ന ടൈം 40 സെക്കൻഡ്സ് ആണ്. വിത്തിൻ ഈ 40 സെക്കൻഡ്സ് ഇവിടെ വന്ന് നിന്ന് ഈ ബലൂൺ ഇതിൽ വെച്ചിട്ട് ഈ പെഡൽ വെച്ച് ഞാൻ ചവിട്ടുമ്പോൾ ഈ ബലൂൺ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വീർത്ത് വരും. എന്നിട്ട് ഈ ബലൂൺ ഈ നീഡിൽ തട്ടി പൊട്ടണം. 5 ചാൻസസ് ആണ് കിട്ടുന്നത്. അതിൽ നിന്ന് 3 ബലൂൺസ് എങ്കിലും അങ്ങനെ ഈ പെഡൽ വെച്ച് ചവിട്ടി വീർപ്പിച്ച് പൊട്ടിച്ചാൽ മാത്രം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ കിഡിലൻ LCD TV ആണ്. ലുലു കണക്ട് ആണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ടാസ്ക് ചെയ്ത് കഴിഞ്ഞ് LCD എടുത്ത് പുറത്ത് കടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആകുകയുള്ളൂ. ആവേശമൊന്നും നല്ലതല്ല. വേഗം യാ 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 തുടങ്ങിക്കോ. 3 അങ്ങനെ പൊട്ടണം. ആഞ്ഞു ചവിട്ടിക്കോ. വേഗം 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 നന്നായിട്ട് ആരോഗ്യത്തോടെ. അത് പൊട്ടണം പൊട്ടിക്കണം പൊട്ടിക്കണം പൊട്ടുന്നില്ല. നല്ലോണം ആ പറ്റുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ട്രൈ ചെയ്ത് തുടങ്ങിക്കോണം. ഇനി 4 ഉണ്ട്. അതിൽ നിന്ന് 3 ഡോർ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 40 സെക്കൻഡ്സ് ടൈം ഉള്ളൂ. ഒരു കിഡിലൻ LCD TV കളയല്ലേ. ഡോർ ക്ലോസ് ആവാ. ആയി. കുഴപ്പമില്ല, ഹാർഡ് ടാസ്ക് ആയിരുന്നു. യു ട്രൈഡ് യുവർ ബെസ്റ്റ്. ഈ റൗണ്ടിലെ 4ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആർച്ചറി എന്നറിയപ്പെടുന്ന കായിക ഇനം ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വാൾപ്പയറ്റ്, ഓപ്ഷൻ ബി ഗുസ്തി, ഓപ്ഷൻ സി അമ്പെയ്ത്ത്, ഓപ്ഷൻ ഡി കാളപ്പൂര്. അവിടെ ഓക്കെ. ആർച്ചറി എന്നറിയപ്പെടുന്ന കായിക ഇനം അമ്പെയ്ത്ത്. ഉറപ്പാണോ? അത് ആർച്ചറി എന്ന് പറഞ്ഞാൽ അമ്പെയ്ത്താണെന്ന് അറിയാം. ഉത്തരം ശരിയാണ്. അമ്പെയ്ത്താണ് ശരി ഉത്തരം. അപ്പോ 40 സെക്കൻഡ് കൊണ്ട് അടുത്ത ഊഴം. അപ്പൊ 40 സെക്കൻഡ് കിട്ടും. 40 സെക്കൻഡിനുള്ളിൽ നല്ലൊരു ഗെയിം കളിച്ച് കാര്യമായിട്ട് സമ്മാനങ്ങൾ നേടി വരും. ഇനി അവിടെ കളിക്കേണ്ട ഗെയിം എന്തോന്നറിയാൻ അർച്ചന പറയും. 5 കീ ചലഞ്ച്, അതാണ് ഈ ഗെയിമിന്റെ പേര്. ഇവിടെ 5 കീസ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു കീ മാത്രമേ ഒറിജിനൽ ആയിട്ടുള്ളൂ. ആ കീ ആണെങ്കിൽ ഈ സിൽവർ ലോക്കിന്റെ കീ ആണ്. അതേതാന്ന് തപ്പിപ്പിടിക്കാൻ 40 സെക്കൻഡ്സ് ഉണ്ട്. ഈ 40 സെക്കൻഡ്സിനകത്ത് ഓരോ കീ ആയിട്ട് ട്രൈ ചെയ്ത് റൈറ്റ് കീ വെച്ച് നിങ്ങൾ ഈ ലോക്ക് അൺലോക്ക് ചെയ്യാൻ സക്സസ്ഫുൾ ആയാൽ ലുലു കണക്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ ലാപ്ടോപ്പ് സ്വന്തമാക്കാം. ഓരോന്നായിട്ട് ട്രൈ ചെയ്തോ. അതല്ല, സിൽവർ ലോക്കാണ്. പെട്ടെന്ന് ട്രൈ ചെയ്തോ. എന്ത് ഭാഗ്യമായിട്ട് ആദ്യം തന്നെ രഞ്ജിനി ഇത് ആഗ്രഹിച്ചു പോയി തോന്നുന്നല്ലേ? എന്റെ ലാപ്ടോപ്പ് ഞാൻ മാറ്റാനിരിക്കുന്നു. മത്സരത്തിന് ചില നാടകീയമായ പരിണാമങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പക്ഷേ നമുക്ക് ഇടവേള എടുത്തേ പറ്റൂ. ഇടവേള കഴിഞ്ഞ് വേഗം മടങ്ങി വരും.
വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ ഓയിൽ. അടുത്ത ചോദ്യം, ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഇതാണ്. കേരളത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്ന ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ വേണാട്, ഓപ്ഷൻ ബി മലബാർ, ഓപ്ഷൻ സി തിരുവിതാംകൂർ, ഓപ്ഷൻ ഡി കൊച്ചി. ഇതിൽ ഏതാണ് കേരളത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്ന ആദ്യത്തെ നാട്ടുരാജ്യം? ആദ്യത്തെ ഫസ്റ്റ് സെൻസസ്, കേരളത്തിൽ സെൻസസ് നടന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണെന്നാണ് ചോദ്യം. വേണാട്, മലബാർ, തിരുവിതാംകൂർ, കൊച്ചി. ആരാണ് സാർ? വേണാട്. വേണാട്. അന്ന് കൂടുതലും ഈ തിരുവിതാംകൂറിനേക്കാളും മലബാറിനേക്കാളും കൂടുതൽ പുരോഗമനപരമായ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തിരുന്നത് വേണാട്ടാണ്, രാജാക്കന്മാരായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ് എന്നെ വേണാട്ടിലോട്ട് കൊണ്ടുപോയത്. ഫാദർ പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല സാർ. പക്ഷേ അങ്ങേക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഈ ഉത്തരത്തിൽ? വേണാടെന്നുള്ള വേണാടാണ് ഏകദേശം അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് പരിഷ്കാരങ്ങൾ. അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞ ഉത്തരം തെറ്റാണ്. അയ്യോ. അപ്പോ രഞ്ജിനിക്ക് ഒരു ഗുണമുണ്ടായി, ഓപ്ഷൻ ഒരെണ്ണം കൂടെ മാറി. 3 ഓപ്ഷനേ ഉള്ളൂ ഇനി. മലബാർ, തിരുവിതാംകൂർ, കൊച്ചി. വളരെ ആലോചിച്ച് ഉത്തരം പറയണം. കാരണം ഈ ഒരു ഓപ്ഷനിലൂടെ ഇത് പാസ് ചെയ്താലും പാസ് ചെയ്താൽ നമുക്ക് പാസ് അവേ ആവാം. ആണോ? തെറ്റിയാലും പാസ് അവേ ആവും. അതെ, ശ്രമിച്ചോളൂ. ആ ശ്രമം വൃഥാവിലായാൽ സി തിരുവിതാംകൂർ. എന്റെ മനസ്സ് അതല്ല പറഞ്ഞത്, പക്ഷെ എന്നാലും എല്ലാവരുടെയും ഇതനുസരിച്ച് അഭിപ്രായം മാനിച്ച് ഞാൻ സി തിരുവിതാംകൂർ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇദ്ദേഹം പറഞ്ഞു തുടങ്ങുമ്പോൾ ശരി ഉത്തരമായിരിക്കും പറയുന്നത്. കാരണം ഇതുവരെ അടിച്ച സമ്മാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരി ഉത്തരമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ വിഷമത്തോടെ പറയട്ടെ, രഞ്ജിനി ജോസ് പറഞ്ഞ ഉത്തരം ശരിയാണ്. 1836 തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടന്നു. മാത്രമല്ല ഏറ്റവും കൂടുതൽ പുരോഗമനകാരികളും ലോകവിജ്ഞാനമുള്ളവരുമായ രാജാക്കന്മാരാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് എന്നുള്ളത് തന്നെ അവർ ആദ്യത്തെ സെൻസസ് നടത്തി. 1836 തിരുവിതാംകൂറിൽ കേരളത്തിലെ ആദ്യത്തെ സെൻസസ് നടന്നത്. അപ്പോൾ എന്തായാലും അത് സ്കോർ ചെയ്തു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വരൂ രാം നായർ. 40 സെക്കൻഡ് താങ്കൾക്ക് ലഭിക്കും. പക്ഷേ ഇതിനകത്തൊരു ചെറിയ സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിക്കാത്തൊരു സർപ്രൈസാണ്. സർപ്രൈസായിട്ടിരിക്കട്ടെ. അവിടെ പോയി കളിക്കുന്ന ഗെയിം എന്താണെന്നുള്ളത് ഇപ്പോൾ അർച്ചന പറയും. അർച്ചന പറയുമ്പോൾ മനസ്സിലാകും താങ്കളെ കാത്തിരിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഓവർ ടു അർച്ചന. 40 സെക്കൻഡ്സ് ടൈമുള്ള ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ഒരു 1.5 ഗിഫ്റ്റാണ്. ഫാഷൻ എക്സ്പ്രോ ബൈക്ക്. കിടിലം അല്ലേ? അതാണ് കിട്ടാൻ പോകുന്നത്. വെറും 40 സെക്കൻഡ്സ് ഉണ്ട്. ചെയ്യേണ്ടത് എന്തെന്നാൽ ഇവിടെ കുറെ കളർഫുൾ ആയിട്ടുള്ള ബോൾസ് ഈ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കുറെ കീസ് ഉണ്ട്. ഇതിനകത്ത് ഒരു കീ മാത്രമാണ് ഒറിജിനൽ കീ. ആ ഒറിജിനൽ കീ 40 സെക്കൻഡ്സിനകത്ത് തപ്പി പിടിച്ച് ഈ ബൈക്ക് അതിനകത്തിട്ട് ഓപ്പൺ ചെയ്ത് ബൈക്ക് ഉരുട്ടിക്കൊണ്ട് പുറത്ത് കടക്കണം. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ടാസ്ക് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് ബൈക്ക് ഉരുട്ടി പുറത്തടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആയി കൺസിഡർ ചെയ്തുള്ളൂ. വേഗം പോയി ഉരുട്ടു. എക്സ്പ്രോയുടെ ബൈക്കാണ് ഇവിടെ ഇരിക്കുന്നത്. ഓടി വന്നോ, ശ്രദ്ധിച്ച്. അതിനകത്ത് കുറെ കീസ് ഉണ്ട്. അതിനകത്ത് ഏതാ ഒറിജിനൽ നോക്കി കഴിഞ്ഞിട്ട് കുറെ കീസ് ഉണ്ട്. അതിനകത്ത് ഒന്നൊന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോന്നായിട്ട് ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. റൈറ്റ് കീ ആണെങ്കിൽ അത് ഓപ്പൺ ആവത്തുള്ളൂ. റൈറ്റ് കീ അല്ല, റോങ് കീ. നെക്സ്റ്റ് ട്രൈ. Faster. A little faster. ഇതും കഴിഞ്ഞ ഗോൾഡൻ ചാൻസ് ആണ്. ഫാഷൻ എക്സ്പ്രോ ബൈക്ക്. വേഗം തള്ളിക്കൂ. ഡോർ ക്ലോസ് ആവാം. ആദ്യമായിട്ട് ഒരാൾ ബൈക്ക് സമ്മാനം. അല്ല, ഇതിന് ശരിക്കും പറഞ്ഞാൽ താങ്ക് യു പറയേണ്ടത് അങ്കിളിനോടാണ്. താങ്ക് യു. അത് അങ്കിൾ അവിടെ തിരുവിതാംകൂർ എന്ന് പറഞ്ഞില്ല. നമ്മുടെ ഇബ്രാഹിം കുട്ടി സാറിന്റെ കൈയെ പിടിച്ചപ്പോഴേ കൈ തണുത്തിരിക്കുകയാണ്.
കൈ തണുത്തിരിക്കുന്ന പോലെ എനിക്കൊരു doubt. ഈ ചോദ്യം ഇവിടെ അവസാനിച്ചു. നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. അടുത്ത റൗണ്ട് ബിഗ് പ്രൈസ് റൗണ്ട്. ഈ റൗണ്ടിന്റെ ചില പ്രത്യേകതകൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് കാറാണെന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് വേഗം കൂടും. ഇതിന് ഓപ്ഷൻ ഇല്ല. 5 ചോദ്യങ്ങളിൽ 5നും ഉത്തരം പറയണം. 2 പേരിൽ ആര് പറഞ്ഞാലും മതി. 3 ഉത്തരം പറയുന്ന ആളിനായിരിക്കും കാർ ലഭിക്കാൻ സാധ്യത. 5ഉം പറഞ്ഞാൽ ക്വിസ് മാസ്റ്റേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന റൗണ്ടിലെത്തുകയും നിങ്ങൾ സ്വർണ്ണ കിരീടം അണിഞ്ഞ് വീട്ടിലേക്ക് പോവുകയും ചെയ്യും, അല്ലെങ്കിൽ കാറിൽ പോകും. നമ്മളപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിക്കറ്റ് മത്സരത്തിൽ ഫീൽഡർ ബാറ്റ്സ്മാൻ അടിച്ച പന്ത് തന്റെ തൊപ്പി അഴിച്ചു പിടിച്ചാൽ എന്തായിരിക്കും ഫലം? അതായത് ക്രിക്കറ്റ് മത്സരത്തിൽ ഫീൽഡർ ബാറ്റ്സ്മാൻ അടിച്ച പന്ത് തന്റെ തൊപ്പി അഴിച്ചു പിടിച്ചാൽ എന്തായിരിക്കും ഫലം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഇല്ല, ഒറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, ഇങ്ങോട്ട് വന്ന് ചർച്ച ചെയ്യാം. മക്ബൂലെ വളരെ ആലോചിച്ച് ഉത്തരം പറയണം. കാരണം ഇതിൽ ഓരോ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഔട്ടാവാനുള്ള സാധ്യത തെളിയുന്നു. പിന്നെ 3 ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളായിരിക്കും കാറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പറഞ്ഞോട്ടെ. ബോൾ പിടിച്ചാൽ നോട്ട് ഔട്ട് അല്ല. എന്തായിരിക്കും ഫലം എന്നാണ് ചോദ്യം. അപ്പോ ഈ ഊഴം അങ്ങേക്കാണ്. ബാറ്റ്സ്മാൻ ഔട്ടായിരിക്കും. ബാറ്റ്സ്മാൻ ഔട്ടായിരിക്കും. അങ്ങ് ക്രിക്കറ്റ് കളി അറിയാവുന്ന ആളാണ്. അത്ര പിടിയില്ല, ഇവനെ പിന്നെ അറിയാമോ? മക്ബൂലോ? അതെ, ക്രിക്കറ്റ് കളി അറിയാം, ക്രിക്കറ്റിനെ കുറിച്ച് അറിയാം. പക്ഷേ ഞാൻ ഇതുവരെ തൊപ്പി കൊണ്ട് ബോൾ പിടിക്കണം കണ്ടിട്ടില്ല. ഇതുപോലത്തെ ഒരു ക്വസ്റ്റൻ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ തൊപ്പി വെച്ച് അടിച്ച പന്ത് പിടിക്കുന്നത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും അങ്ങ് പറഞ്ഞ ഉത്തരം രഞ്ജിനി, അങ്ങ് പറഞ്ഞ ഉത്തരം ഇയാളെന്ന് പറഞ്ഞു തൊലയ്ക്കണു എന്ന് നാട്ടുകാര് ഇയാളൊന്നും പറയില്ലെങ്കിൽ. രാം, ഞാൻ 4 പേരുടെ മുഖം നോക്കട്ടെ. അതെ, ഭൂരിപക്ഷം ആർക്കാണെന്ന് നോക്കട്ടെ. ഭൂരിപക്ഷം ഉണ്ടല്ലോ. അപ്പൊ ഭൂരിപക്ഷം ഉണ്ടായ സ്ഥിതിക്ക് മിസ്റ്റർ ഇബ്രാഹിം കുട്ടി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഔട്ടാവില്ല. ബാറ്റ്സ്മാന് 5 റൺസ് കിട്ടും. ഹെൽമെറ്റിൽ തൊട്ടാൽ പോലും 5 റൺസ് കിട്ടും. അതായിരുന്നു. അപ്പൊ 4 പേരും ഇങ്ങോട്ട് വരും. നമുക്ക് ആ ബൈക്കിന്റെ ഒക്കെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം. ലാപ്ടോപ്പിന്റെ സൗന്ദര്യം ഒന്ന് പറഞ്ഞു നോക്കാം. എന്തായാലും വളരെ സന്തോഷം. അങ്ങനെ ഭയങ്കര ഭാഗ്യം ചെയ്ത പേരാണ്. നമുക്ക് വളരെ സന്തോഷമായി. ഇനി നമുക്കൊരു മനോഹരമായ ഗാനത്തോടെ പറഞ്ഞ പ്രേക്ഷകരുടെ ദൃഷ്ടിയിൽ ഒരു മംഗളഗാനമായിരിക്കും അത്. ശ്രീനാരായണ സാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഞാൻ പൂർണ്ണ മനസ്സോടെ അത് സ്വീകരിക്കുന്നു. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോൾ നീല കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, തുണ്ടാണ് കണ്ടതയ്യാ. എന്തിന് നോക്കണ് ചന്ദീര നീ ഞങ്ങളെ, അയ്യോ ചന്ദീര നീ ഞങ്ങളെ. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. അപ്പോൾ താങ്ക് യു. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഒരു സ്റ്റേറ്റ് അവാർഡിന് പോയപ്പോൾ ഇത്രയും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമില്ല. ഈ അപ്പോടെ ഒരു നീളമേ അല്ലേ? ഉണ്ടുറങ്ങുന്ന എല്ലാം വാട്സപ്പിലാണ്. അയ്യോ അങ്ങനെയല്ല, തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. തുമ്പി
ദേ അജ്ഞാനത്തിന് അറുതി ഉണ്ടാക്കാൻ പറ്റിയ കലാപരിപാടിയാണ് ഇങ്ങനെയുള്ള ഷോകൾ. മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് ഈ ഷോ ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം അവർക്ക് വിജ്ഞാനദാഹം ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാൻ സിദ്ധ ഔഷധമായിരിക്കും. മറ്റൊരു എപ്പിസോഡ് കാണുന്നതുവരെ ഗുഡ് ബൈ.